കേരള രാഷ്ട്രീയത്തിൽ 10 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ തിരുവനന്തപുരം നഗരവും സെക്രട്ടേറിയറ്റും ഒരു പുത്തൻ ഭരണകൂടത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. എന്നാൽ 102 സീറ്റുകളുടെ തിളക്കമാർന്ന വിജയം ആഘോഷിക്കുമ്പോഴും കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി പദവിയെ ചൊല്ലിയുള്ള തർക്കം ഒരു കീറാമുട്ടിയായി തുടരുന്നു. വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും തമ്മിലുള്ള ഈ വടംവലി കേവലം 2 വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ല, മറിച്ച് കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി നയങ്ങളും അധികാര സമവാക്യങ്ങളും ആര് നിശ്ചയിക്കും എന്നതിനെക്കുറിച്ചുള്ള പോരാട്ടമാണ്. കേരളത്തിലെ കോൺഗ്രസ് എം.എൽ.എമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള പൂർണ്ണ അധികാരം ഹൈക്കമാൻഡിന് വിട്ടുകൊടുത്തത് പാർട്ടിക്കുള്ളിലെ ജനാധിപത്യപരമായ ഒരു കീഴ്വഴക്കമാണ്. എന്നാൽ ഇത്തവണ അത് വെറുമൊരു ചടങ്ങല്ല. വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്ത സാഹചര്യത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുടെ നേരിട്ടുള്ള ഇടപെടൽ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ഹൈക്കമാൻഡ് നിരീക്ഷകരായ മുകുൾ വസ്നിക്കും അജയ് മാക്കനും തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്ത് ഓരോ എം.എൽ.എയും നേരിൽ കണ്ട് അഭിപ്രായം തേടുകയാണ്. ഈ രഹസ്യ ബാലറ്റിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് ഡൽഹിക്ക് കൈമാറും. എം.എൽ.എമാരുടെ പിന്തുണയ്ക്കൊപ്പം തന്നെ കേരളത്തിലെ സമുദായ സമവാക്യങ്ങളും ഘടകകക്ഷികളുടെ നിലപാടും ഹൈക്കമാൻഡിന് പരിഗണിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരളത്തിലെ പ്രതിപക്ഷത്തെ നയിച്ച വി.ഡി. സതീശന് മുഖ്യമന്ത്രി പദവിയിൽ സ്വാഭാവികമായി അവകാശമുണ്ട്. സതീശൻ തന്റെ വാദങ്ങൾ ഉയർത്തുന്നത് കൃത്യമായ രാഷ്ട്രീയ യുക്തിയോടെയാണ്. മുഖ്യമന്ത്രിയാകാൻ മുൻപ് മന്ത്രിയായിരിക്കണമെന്ന നിർബന്ധമില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. നരേന്ദ്രമോദിയും വി.എസ്. അച്യുതാനന്ദനും മുഖ്യമന്ത്രിമാരായപ്പോൾ അവർക്ക് മുൻപ് ഭരണപരിചയം ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഭരണപരമായ കാര്യങ്ങൾ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയും. എന്നാൽ ഒരു നേതാവിന് വേണ്ടത് നാടിനെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടാണെന്നും അദ്ദേഹം വാദിക്കുന്നു. കേരളത്തിൽ യു.ഡി.എഫിന് ലഭിച്ച ഈ പടുക്കൂറ്റൻ വിജയം തന്റെ നേതൃത്വത്തിൽ നടന്ന ചിട്ടയായ പ്രവർത്തനങ്ങളുടെ ഫലമാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തിയതും ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റിയതും തന്റെ നയതന്ത്രമാണെന്നും അദ്ദേഹം ഹൈക്കമാൻഡിനെ ബോധിപ്പിക്കുന്നു. നിയമസഭയിൽ ഭൂരിപക്ഷം യുവ എം.എൽ.എമാരും സതീശന്റെ ശൈലിയെ പിന്തുണയ്ക്കുന്നവരാണ്. അദ്ദേഹത്തിന്റെ പക്വതയാർന്ന സംസാരവും വസ്തുതകൾ നിരത്തിയുള്ള പോരാട്ടവും അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ വലം കൈയായി അറിയപ്പെടുന്ന കെ.സി. വേണുഗോപാൽ കേരള മുഖ്യമന്ത്രി പദവി ലക്ഷ്യമിടുന്നത് വലിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായാണ്. എ.സി.സി. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടി വലിയ സ്വാധീനമുള്ള നേതാവാണ് കെ.സി. കേരളത്തിലെ ഭരണം മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ കേന്ദ്രവുമായുള്ള ഈ ബന്ധം സഹായിക്കുമെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ കരുതുന്നു. താൻ മത്സരരംഗത്തുണ്ടാകുമെന്ന് അദ്ദേഹം നിലവിൽ അറിയിച്ചു കഴിഞ്ഞു. സതീശന് മാത്രം പദവി വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി ഒരു ഏകീകൃത നേതൃത്വം കേരളത്തിൽ വേണമെങ്കിൽ കെ.സി. വേണുഗോപാൽ വരുമെന്നതാണ് ഒരു വിഭാഗത്തിന്റെ താല്പര്യം. ഘടകകക്ഷികളുമായുള്ള കെ.സിയുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ ഭരണത്തിൽ സമാധാനം ഉറപ്പിക്കാൻ സഹായിക്കുമെന്നും ഹൈക്കമാൻഡ് കരുതുന്നു. യു.ഡി.എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗിന്റെ നിലപാട് ഈ ഘട്ടത്തിൽ നിർണായകമാണ്. ആര് മുഖ്യമന്ത്രിയാകണമെന്ന് പരസ്യമായി പറയാൻ ലീഗ് തയ്യാറല്ലെങ്കിലും ഭരണസ്ഥിരത ഉറപ്പാക്കാൻ ഒരു നേതാവിനെയാണ് അവർ ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോര് ഭരണത്തെ ബാധിക്കരുതെന്ന കർശന നിർദ്ദേശം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. ഉപമുഖ്യമന്ത്രി പദവിയും പ്രധാന വകുപ്പുകളും സംബന്ധിച്ച ചർച്ചകൾ ലീഗ് ഇതിനോടകം തന്നെ സമാന്തരമായി നടത്തിവരുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും സ്വീകരിക്കുന്ന തീരുമാനം കേരളത്തിലെ കോൺഗ്രസിന്റെ ഐക്യത്തെ ബാധിക്കും. പരാജയപ്പെട്ട CPM-നെ പ്രതിരോധിക്കാനും പുതിയ ഭരണത്തിലൂടെ ജനവിശ്വാസം നേടിയെടുക്കാനും ശക്തനായ ഒരു മുഖ്യമന്ത്രി അനിവാര്യമാണ്. രണ്ടുപേർക്കും പദവികൾ പങ്കുവയ്ക്കുന്ന ഫോർമുല ഹൈക്കമാൻഡ് ആലോചിക്കാൻ ഇടയുണ്ട്. എന്നാൽ ഇത് ഭരണസ്ഥിരതയെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. പുതിയ മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നതും വലിയ വെല്ലുവിളികളാണ്. കേരളത്തിന്റെ തകർന്ന സാമ്പത്തിക നില വീണ്ടെടുക്കുക എന്നത് പുതിയ സർക്കാരിന്റെ ആദ്യ കടമ്പയാകും. കഴിഞ്ഞ സർക്കാരിനെതിരെ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളിൽ കൃത്യമായ നടപടിയെടുക്കാൻ പുതിയ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. സ്തംഭിച്ചു നിൽക്കുന്ന വികസന പദ്ധതികൾക്ക് വേഗം നൽകുക. കേരളം മാറ്റത്തിന് വോട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി ആ മാറ്റത്തിന് നേതൃത്വം നൽകേണ്ട നായകനെ കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം കോൺഗ്രസിനാണ്. വി.ഡി. സതീശന്റെ വിഷനാണോ അതോ കെ.സി. വേണുഗോപാലിന്റെ ദേശീയ കരുത്താണോ കേരളത്തിന് വേണ്ടതെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഡൽഹിയിൽ നിന്നും ആ നിർണായകമായ പേര് പുറത്തുവരും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതോടൊപ്പം കേരളത്തിലെ 5 വർഷത്തെ യു.ഡി.എഫ് ഭരണത്തിന് ഔദ്യോഗികമായി തുടക്കമാകും. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഭരണമാറ്റത്തെ നോക്കിക്കാണുന്നത്. വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ ഉപരിയായി ജനഹിതം മുൻനിർത്തിയുള്ള ഒരു തീരുമാനമാണ് ഡൽഹിയിൽ നിന്നും കേരളം പ്രതീക്ഷിക്കുന്നത്.